ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് മുതലേ എനിക്കിനി എന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും, എന്ന് ഡിസ്ചാർജ് ആകാൻ പറ്റും എന്നുള്ള ടെൻഷനിലാണ് ഞാൻ അവിടെ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും കഴിഞ്ഞു കൂട്ടി മുമ്പോട്ട് പോയത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഹോസ്പിറ്റൽ ലൈഫിലോട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നമ്മൾ അറിയാമെന്നുള്ള കുറേ പേരുണ്ടായിരുന്നു. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഈ മുഖത്ത് ഈ ഒരു ചിരിയെന്ന് പറയുന്നത് ഡിസ്ചാർജ് ആവുന്നതിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലോങ് വീഡിയോ ഞാൻ എന്തായാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയണത് ഡിസ്ചാർജ് ആവുന്ന ദിവസം ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ മുഖത്ത് ഒന്നും പൗഡർ അങ്ങനെ ഒന്നും ഇടാണ്ട് കുളിക്കുക, ജസ്റ്റ് തല ഒന്ന് മുടിയൊക്കെ ഒന്ന് നല്ലതുപോലെ ആക്കുക, അതേപോലെ തന്നെ കെട്ടി വെച്ചിട്ട് ഉണങ്ങിയ ശേഷം കെട്ടിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. ഇതായിരുന്നല്ലോ ഒരു 4-5 ദിവസത്തെ നമ്മൾ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ചാർജ് ആവണതിൻ്റെ അന്ന് തന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഡിസ്ചാർജ് ആയി പോകുമ്പോഴത്തേക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ലതുപോലെ ഒരുങ്ങി, അത്രയും ദിവസം എല്ലാവരും വെള്ളയും കണ്ടിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ ഈ ഒരു ഫ്രോക്ക് നൈറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇടാൻ നേരത്ത് ഇത് മാത്രമേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഇത് തന്നെ അങ്ങ് ഇട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെയൊക്കെ വീഡിയോസ് കാണുന്ന കുറേ പേര് നമ്മളെ ഈ ഒരു വാർഡിലുണ്ടായിരുന്നു, സിസ്റ്റേഴ്സൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഇടയിൽ അവരൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ആൻറ്റിയൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി. എന്തായാലും എല്ലാം നല്ല രീതിക്ക് തന്നെ നടന്നു. നമ്മൾ വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മൾ കുഞ്ഞുമണിയൊക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ബാക്കി വീഡിയോസൊക്കെ അപ്ലോഡ്